പുതിയ സ്വാഗതം. നമ്മള് പള്ളിയൊക്കെ പോയി ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഫുഡ് കഴിക്കാൻ വേണ്ടി പോണാണ്. ഫുഡ് കഴിക്കുന്ന സ്ഥലത്തെത്തിയിട്ട് കാണാം. ഇവിടെ ബീച്ച് വ്യൂ വരെയുണ്ട്. സ്പീഡ് കൂടുതലാണ്. നമ്മൾ ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത്, ഹോട്ടൽ പ്രകാശില്. ഗൈസ് ഇവർ നമ്മളൊക്കെ ഇപ്പോൾ പാത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പാത്രത്തിനൊക്കെ ഇലയൊക്കെ വെച്ചിട്ടുണ്ട്. ഗൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയൊക്കെ ഉണ്ട്. ഗൈസ് തമിഴ്നാട്ടിൽ ഇത്രയും വൃത്തിയൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അതും പ്രതീക്ഷിച്ച് തമിഴ്നാട്ടിലൊന്നും പോകരുത്. നല്ല വൃത്തിയൊന്നും പ്രതീക്ഷിച്ച് ഇത്രയും വൃത്തിയൊക്കെ തമിഴ്നാട്ടിൽ ഉണ്ടാവുള്ളൂ. ഇത്രയും വൃത്തിയൊക്കെ തമിഴ്നാട്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ടിഷ്യൂ വെച്ച് കുഞ്ഞിനൊക്കെ തുടക്കുന്നുണ്ട്. ഗൈസ് വൃത്തി കൂടിയത് കാരണം നമ്മൾ 4 ബിരിയാണിയും പിന്നെ ഒരു മീൻ വറുത്താണ് ഗൈസ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കഴിക്കാൻ തുടങ്ങുവാണ് ഗൈസ്. നമ്മൾ ബിരിയാണിയും മീനാണ് പറഞ്ഞേക്കണം. ചിക്കൻ ബിരിയാണി പറഞ്ഞേക്കുന്നത് എങ്ങനെയിട്ടെന്ന് പറയാണ്. വേം 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 അതൊന്നും മെയിനില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. എന്നിട്ട് നമ്മൾ വൈകുന്നേരമൊക്കെ ഇപ്പോൾ മാലയൊക്കെ മേടിച്ച് ചാച്ചൻ്റെ 2 മാല ഇരിപ്പുണ്ട്, അമ്മയുടെ 2 മാല ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ മാലയൊക്കെ മേടിച്ച് നമ്മളിനി നേരെ പള്ളീൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോകുന്നുണ്ട് ഗൈസ്. പള്ളീൻ്റെ പുറകിൽ പടക്കമൊക്കെ പൊട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നും നമുക്കറിയില്ല, പടക്കം പൊട്ടിട്ടുണ്ടായിരുന്നു, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് സമാധാനമായിരുന്നു. നമ്മളിത് രാത്രി ഒരു ചുമ്മാ നടക്കാറിയാൻ ഗൈസ്. ഇപ്പൊ നമുക്കൊരു കിടിലം വ്യൂ ഉള്ള പോലെ തോന്നുന്നു. എനിക്കറിയാമല്ലോ, കാണിച്ചു തരാം. കണ്ട കണ്ട അപ്പൊ ഗൈസ് നമ്മളെ കൂടെ ഇന്നൊരു ഈ ട്രിപ്പിനൊരു വിശിഷ്ട അതിഥിയുണ്ട്. നമ്മുടെ ചാച്ചനാണത്. മമ്മിയുണ്ട്, സാവിയുണ്ട്, അപ്പച്ചമ്മയും റൂമിലിരിക്കണേ വയ്യാറിന്. അപ്പൊ നമ്മളിവിടെ ചുമ്മാ നടക്കണ രാത്രി ഓരോരോ വയ്യായികൾ ഓരോരോ സമയത്താണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സംസം ദൂരം കൂടെ ഉള്ളൂ ആ സ്ഥാനത്ത് മറ്റേ ആ സ്റ്റാച്ചുയുടെ അടുത്തെത്താൻ. നടന്ന് പോവാം. അപ്പോൾ ഗൈസ് നമ്മളെ സ്റ്റാച്ചുയുടെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. ഞാൻ ആ സ്റ്റാച്ചുയുടെ ഫ്രണ്ടിൽ നിന്ന് ചാച്ച ക്യാമറാമാനാണ്. ഇതുകൊണ്ടോ ഗൈസ് നമ്മൾ ഇങ്ങനത്തെ ഒരു വ്യൂ. നമ്മളപ്പോൾ ഇന്ന് എല്ലാവരും വെള്ളമൊക്കെ കുടിക്കാം ഗൈസ്. ഹൈഡ്രേറ്റ് ആണ് നമ്മളെപ്പോഴും. നമ്മളെല്ലാം ചെയ്യണല്ലേ. മമ്മി ഇവിടെ എന്തൊക്കെയാ കാണിക്കുന്നത്. ഹായ് ഗായ്സ്. ഞങ്ങൾ വെറുതെ ഇറങ്ങിയതാണ് ഗായ്സ്. ഗൈസ് അപ്പോൾ നമ്മൾ വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഫോൺ ചാർജ് കുത്തി വെച്ചേക്കണമായിരുന്നു. നമ്മൾ മമ്മിയില്ലേ, ആ മമ്മി ഭയങ്കര ഫോണിൽ ഗെയിം അഡിക്റ്റാണ് ഗൈസ്. അതുകൊണ്ട് ഫോണിൽ ചാർജ് നിലനിൽക്കില്ല. ഇതാണ് നിൽക്കുക. താങ്കൾക്ക് എന്തുട്ടാണ് പറയാനുള്ളത് ഈ ഗെയിം കളിക്കുന്നതിനെ പറ്റി? ഞാനിങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഒന്നിച്ചാക്കി പൊട്ടിക്കുന്ന ഒരു ഗെയിമില്ലേ, അതാ കളിക്കുന്നത്. നല്ല രസം അത്. കുറേ ഫ്രൂട്ട്സ് ഇങ്ങനെ പസിൽ പോലെ തരും. ആ പസിൽ നമ്മൾ 3 ഫ്രൂട്ട്സ് ഒന്നിച്ചാക്കിയാൽ 1 പോയിന്റ് കിട്ടും. അങ്ങനത്തെ ഒരു ഗെയിമാണ്. ഗുണമില്ലാത്ത ഗെയിം വയ്യ. അവിടെ എന്തിയെ അങ്ങനത്തെ ഗെയിമാണ്, നല്ല സറ്റ് ഗെയിം. ഒട്ട ഗെയിമാണ് ഗെയ്സ്. വെറുതെ ആണ്, പുളിവടിയാണ് ഫുള്ളു. ആവി അവിടെ ഇരിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ചുമ്മാ രാത്രി
തേരാപ്പാടി ഇങ്ങനെ തെണ്ടി നടക്കൊണ്ട് ഇറങ്ങിയാണ് കേസ്. ഇതെന്തുട്ടായി ചാച്ചനൊക്കെ ഒരേ വൈബ്. ഒറ്റ മിണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ, ഒരു മനുഷ്യനില്ല ഇവിടെ. ചാച്ചന് ഇൻട്രോവേർട്ടാ എക്സ്ട്രോവേർട്ടാ? ചാച്ച എന്തൊന്നും മിണ്ടാത്ത ഞങ്ങളെ വിളിച്ചോ ഇങ്ങാടുവാ. അപ്പൊ വിളിച്ചങ്ങോട്ട് എടുക്കും. എന്തോ പറ, എന്തേലും പറ ഞങ്ങളുടെ ചാനലിനെ പറ്റി, എന്നെ പറ്റി, ഈ സാവിനെ പറ്റി. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ഡേ 2 ഓഫ് വേളാങ്കണ്ണിയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി ഫോണിലെ ചാർജ് തീർത്തരണം. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ രാവിലെ ആയപ്പോൾ മലയാളം കുർബാന കാണാൻ വേണ്ടി വന്നേക്കണാണ്. 9 മണിക്കാണ് ഇപ്പോൾ 8:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്നലെ രാത്രി വന്നിട്ട് നോക്കണത് ആ യേശുവിൻ്റെ സ്റ്റാച്ചു നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞനും ചാച്ചനും പിച്ചമ്മിച്ച് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് നാളെയും കൂടി ഉണ്ട് വേളാങ്കണ്ണിയിൽ. ഇന്ന് പോയിട്ട് കുറച്ച് പുറകിലത്തെ പള്ളിയിലും കൂടി കയറണം. വേറെ പരിപാടിയൊന്നും ഇല്ല ഇന്ന്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, ബീച്ചിൽ കറങ്ങണം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടി. പിന്നെ നാളെയും കൂടി ഉള്ളൂ. നാളെ വൈകുന്നേരമാണ് നമുക്ക് ട്രെയിൻ. ഓക്കെ, നമുക്ക് നേരെ മലയാളം കുർബാന കാണാൻ വേണ്ടി പോവാം. നമ്മൾ മലയാളം കുർബാന കണ്ടിട്ട് വരാം. നമ്മൾ പള്ളിയിലത്തെ കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നതാണ്. രാവിലെ തന്നെ നോൺ വെജ് ഒന്നുമില്ല, വെജാണ്. നമ്മൾ ശരവണ ഭവനിലോട്ടാണ് പോകുന്നത്. നമ്മൾ ശരവണ ഭവനിലല്ല റൂം എടുത്തത്, വേറൊരു സ്ഥലത്താണ് ഗൈസ് റൂം എടുത്തത്. റൂമൊക്കെ കാണിച്ചു തരാം. നാളെ വൈകിട്ട് 5 മണിക്കാണ് നമുക്ക് ട്രെയിൻ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ശരവണ ഭവനിലോട്ട് പോകാം. ഹായ് ഗൈസ്, ഞങ്ങൾ ശരവണ ഭവനിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ്. വലിയ
ചക്കട ഗ്യാസ് ചക്കട അല്ല ചക്കട എന്ന് വെച്ചാൽ നമ്മൾ 6 പൂജയാണ് പറഞ്ഞത്. 6 പൂജ എല്ലാവർക്കും. ഓൾറെഡി അറിയുന്നുണ്ട് അവിടെ ഗൈസ് കുഴപ്പമൊന്നുമില്ല. കൊള്ളാം ഗൈസ്, കുഴപ്പമൊന്നുമില്ല ഗൈസ്. അതിപ്പോൾ പറയാൻ പറ്റില്ല ഗൈസ്.